കണ്ണൂരിലെ മലയോര മേഖലയിൽ CPM-നെതിരെ പുതിയ അഴിമതി ആരോപണം. വിദേശ ജോലിക്കായി ഏജൻസിക്ക് പണം നൽകി കബളിപ്പിക്കപ്പെട്ടവർക്ക് പണം തിരികെ വാങ്ങി നൽകിയതിന് ഏരിയ കമ്മിറ്റി അംഗം കമ്മീഷൻ വാങ്ങിയതായാണ് ആരോപണം. പുളിങ്ങോം ലോക്കൽ കമ്മിറ്റിയിലും വിവിധ ബ്രാഞ്ചുകളിലും വിഷയം ചർച്ചയായതോടെ 3-അംഗ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM പെരിങ്ങോം ഏരിയ കമ്മിറ്റി. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, എന്താണ് ഈ സംഭവം? കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഏരിയ കമ്മിറ്റി കീഴിലുള്ള പുളിങ്ങോം ലോക്കൽ കമ്മിറ്റിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. പുളിങ്ങോം സ്വദേശിയായിട്ടുള്ള ഒരു മാതാവും യുവാവും അവരെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി അവിടെയുള്ള ഏജൻസിയെ സമീപിക്കുന്നു. 2 ലക്ഷത്തോളം രൂപ ആ ഏജൻസിക്ക് വിദേശത്ത് പോകാൻ വേണ്ടി നൽകുന്നു. എന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷവും വിദേശത്ത് പോകാൻ ആവശ്യമായിട്ടുള്ള നടപടികളൊന്നും ആ ഏജൻസി സ്വീകരിക്കാതെ വന്നതോടെ ഇവർ പ്രദേശത്തെ ഉന്നതരായിട്ടുള്ള CPM നേതാക്കളെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഏജൻസിയുമായിട്ട് ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള KD അഗസ്റ്റൻ എന്ന് പറയുന്ന വ്യക്തി ചർച്ച നടത്തുകയും ഇവർക്ക് നഷ്ടപ്പെട്ട ഏജൻസിക്ക് ഈ അമ്മയും മകനും നൽകിയിട്ടുള്ള പണം തിരിച്ചു വാങ്ങി നൽകുകയും ചെയ്തു. അങ്ങനെ നൽകിയതിന്റെ കമ്മീഷനായിട്ട് 50,000 രൂപ ഈ KD അഗസ്റ്റൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് CPM-നകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. അത് ഈ പുളിങ്ങോം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള വിവിധ ബ്രാഞ്ചുകളിൽ ചർച്ചയായി, പിന്നീട് അത് ലോക്കൽ കമ്മിറ്റിയിൽ ചർച്ചയായി. KD അഗസ്റ്റനെതിരെ പരാതി ഉയർന്നു വന്ന സമയത്താണ് പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത്. 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും ഉൾപ്പെടെയുള്ള 3-അംഗ കമ്മീഷനെയാണ് നിയമിച്ചിട്ടുള്ളത്. അസ്വാഭാവിക നടപടി എന്ന് പറയുന്നത് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതി അന്വേഷിക്കാൻ 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം ഒരു ലോക്കൽ കമ്മിറ്റി അംഗം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഈ KD അഗസ്റ്റനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന ആരോപണവും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ 3-അംഗ കമ്മീഷൻ പരാതിക്കാരായിട്ടുള്ള മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തിൽ നിന്നും രാജഗിരി ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള അഴിമതി ആരോപണമാണ് കണ്ണൂർ ജില്ലയിൽ മലയോര മേഖലയിൽ CPM-നെതിരെ ഉയർന്നു വരുന്നത്. ചെറുപുഴ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഏരിയയാണ് ഈ പുളിങ്ങോം ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് നാളുകൾ കോൺഗ്രസിനൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് ഈ ചെറുപുഴ പഞ്ചായത്ത്. അതിന്റെ പരിധിയിൽ വരുന്ന പുളിങ്ങോം ലോക്കൽ കമ്മിറ്റിയിലാണ് അഴിമതി ആരോപണം വന്നിട്ടുള്ളത്. 2 തവണയോളം കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള പഞ്ചായത്ത് കഴിഞ്ഞ തവണ LDF പിടിച്ചെടുക്കുകയായിരുന്നു. വരുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ LDF-നെയും CPM-നെയും അലട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം CPM-ന്റെയും LDF-ന്റെയും ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നൊരു ആരോപണവും ഈ പരാതി ഉയർത്തിയ CPM-കാരായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ KD അഗസ്റ്റനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് അന്വേഷണ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നൊരു ആരോപണവും CPM-നകത്ത് തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഓക്കെ.